The next topic we are going to deal with is discourse markers. പേജ് നമ്പർ 127 നമുക്ക് ഒരു ടേബിൾ കണ്ടില്ലേ, ടേബിൾ 5.4. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. സി വി ഹാവ് ടു സ്റ്റഡി സം 10 to 15 words. 10 words മതി. Okay, from here we have to learn anyway further. Every words are similar to you. You have heard it. Like ഏതെങ്കിലും 10 words നിങ്ങൾ പഠിക്കണം. And these are called discourse markers. So what is a discourse marker? Let's see. In linguistics, the term discourse refers to a unit of language longer than a sentence. A discourse may be as short as a conversation consisting 3 or 4 utterances, or as long as a lengthy piece of writing like a novel. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഡിസ്കോഴ്സിനെ നമുക്ക് പറയാം. ആദ്യം ഡിസ്കോഴ്സ് മാർക്കർ പഠിക്കുന്ന എന്താണ് ഡിസ്കോഴ്സ് എന്ന് മനസ്സിലാക്കണം അല്ലേ. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ലോങ്ങർ ദാൻ എ സെൻറ്റൻസ്. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, രഘു ഈസ് സ്ലീപ്പിംഗ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഇതിലപ്പുറം നമ്മൾക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ആ ഒരു എക്സ്ട്രാ ആഡ് ഓൺ ഇൻഫർമേഷനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ കോൺവെർസേഷൻ. വേർ ഈസ് ഹി സ്ലീപ്പിംഗ്, വൈ ഈസ് ഹി സ്ലീപ്പിംഗ്, അറ്റ് വാട്ട് ടൈം, സിൻസ് വാട്ട് ടൈം ഈസ് ഹി സ്ലീപ്പിംഗ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാവാം നമുക്ക് വേണമെങ്കിൽ, കോൺവെർസേഷൻ രീതിയിലാകാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആസ് ലോങ് ആസ് എ നോവൽ. ഒരു കഥ തന്നെ നമുക്ക് ഒരു വലിയൊരു നോവലിൻ്റെ അത്രയും തന്നെ വലുപ്പം വരാവുന്നതാകാം ഒരു ഡിസ്കോഴ്സ്. ബട്ട് ഡിസ്കോഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസിലപ്പുറം നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടോ, ദാറ്റ് ഈസ് കോൾഡ് discourse. When you speak or write in a social context, you use some expressions to connect ideas, parts of your speech or writing, to emphasize, to clarify, to deviate from one idea to the next, and to link what you already mentioned with what you are going to mention. Such expressions are called discourse markers. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ വായിച്ചത് ഡിസ്കോഴ്സ് മാർക്കറിൻ്റെ റോൾസ് ആണ്. വാട്ട് റോൾ ഡസ് എ ഡിസ്കോഴ്സ് മാർക്കർ പ്ലേ? ടു കണക്ട് ഐഡിയാസ്, ആദ്യത്തെ റോള്. ഓക്കെ. രണ്ടാമത്തെ റോള് ടു എംഫസൈസ്. മൂന്നാമത്തെ റോള് ടു ക്ലാരിഫൈ. ദ ഫോർത്ത് റോൾ ഇസ് ടു ഡീവിയേറ്റ് ഫ്രം വൺ ഐഡിയ ടു ദ നെക്സ്റ്റ്. And the fifth and the final role is to link what you already mentioned with what you are going to mention. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കോഴ്സ് മാർക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. such expressions are called discourse markers. ഒരു കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യത്തിൽ നിന്നും മാറി ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വ്യതിചലിച്ച് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് മറ്റൊരു സംഭവം പറയുമ്പോൾ ആ രണ്ട് സംഭവങ്ങൾക്ക് നടുക്കുണ്ടാകുന്ന ഒരു പോസ് ഉണ്ട്, ഒരു മാർക്കറുണ്ട്. അതിനെയാണ് ഡിസ്കോഴ്സ് മാർക്കർ എന്ന് വിളിക്കുക. ആ ഡിസ്കോഴ്സ് മാർക്കർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല വേർഡ്സും യൂസ് ചെയ്യും. അതാണ് ഇപ്പോൾ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ആർ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ യൂസ് ടു കണക്ട് വൺ ഡിസ്കോഴ്സ് ടു അനദർ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ രഘു ഈസ് സ്ലീപ്പിംഗ്. ഹീ ഈസ് സ്ലീപ്പിംഗ് ബിക്കോസ് ഹീ ഈസ് വെരി ടയേർഡ്. ഈ ബിക്കോസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ബിക്കോസ് ആണ് അവിടുത്തെ കണക്റ്റർ എന്ന് പറയുന്നത്. രഘു എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത്? രഘുവിന് ഭയങ്കര ക്ഷീണമാണ്. ഇന്നലെ രാത്രി പാർട്ടി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ടോ രഘു ഉറങ്ങുകയാണ്. രഘു ഈസ് സ്ലീപ്പിംഗ് ബിക്കോസ് ഹീ ഈസ് വെരി ടയർഡ് ഫ്രം യെസ്റ്റർഡേയ്സ് പാർട്ടി എന്ന് പറയും. അപ്പോൾ ദേ ആർ ഓൾസോ കോൾഡ് ഡിസ്കോഴ്സ് മാർക്കേഴ്സിന് മറ്റും പറയുന്ന വേറെ നെയിംസ് ഉണ്ട്. സെൻറ്റൻസ് കണക്റ്റേഴ്സ്, ലിങ്കിങ് വേർഡ്സ്, ലിങ്കിങ് ഫ്രേസസ് ആൻഡ് ട്രാൻസിഷൻ സിഗ്നൽസ്. ഇത്രയും പേരുകൾ കൊണ്ട് അറിയപ്പെടുന്നതാണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ഡിസ്കോഴ്സ്. Discourse is a piece of language that is longer than a sentence. It can be a conversation or like a novel. Understand? And what all words, what all expressions shows the connection between two discourses. ഏതൊക്കെ വേർഡ്സ് ആണോ രണ്ട് ഡിസ്കോഴ്സ് തമ്മിലുള്ള കണക്ഷൻ കാണിക്കുന്നത് അതിനെയാണ് ഡിസ്കോഴ്സ് മാർക്കർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. സോ what are the roles of discourse markers? എന്തൊക്കെയാണ് റോൾസ്? to connect, to emphasize, to clarify, to deviate and to link. ഇങ്ങനെ പഠിച്ചു വെക്കുക. എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ഈ 5 പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. ദീസ് ആർ ദ റോൾസ് ഓഫ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. യെസ്, ഈ പേജിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്?
there are two types of discourse markers, okay, formal and informal discourse markers. അങ്ങനെ രണ്ട് ടൈപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. So let's see some list of what informal discourse markers ഏതൊക്കെയാണ്. ഇതിൽ നിന്നും ഒരു 10 നിങ്ങൾ വീണ്ടും പഠിക്കുക. മറ്റേത് ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇൻഫോർമൽ ആയിട്ടുള്ള ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ബൈ ദ വേ അതൊക്കെ നമ്മൾ ഇൻഫോർമൽ സിറ്റുവേഷനിൽ, അതായത് ഡേ ടു ഡേ കോൺവെർസേഷൻ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഫാമിലീനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഡിസ്കോഴ്സ് മാർക്കേഴ്സാണ്. ഇനി ഒരു ഫോർമൽ ഗ്യാതറിങ്ങിൽ വരുമ്പോഴോ ഒരു ഫോർമൽ ഡിസ്കോഴ്സ് മാർക്കർ നമ്മൾ എങ്ങനെ കൊടുക്കുക? ദീസ് ആർ ദ ഫോർമൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. ഏതൊക്കെയാണ്? ഇതിൽ നിന്നും ഒരു 5 പഠിച്ചാൽ മതി കേട്ടോ. ഓൺ ദ വൺ ഹാൻഡ്, ഇൻ ദ സെയിം വേ, ഇൻ അഡീഷൻ, ഫസ്റ്റ്ലി, ഓൺ ദ ഹോൾ, ടു ബിഗിൻ വിത്ത്, അങ്ങനെ വി ഹാവ് ടു ലേൺ. സോ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു, ഡിസ്കോഴ്സ് എന്താണെന്ന് കണ്ടു, ഡിസ്കോഴ്സ് മാർക്കർ കണ്ടു, അതിൻ്റെ റോൾസ് കണ്ടു. ആൻഡ് വി ഓൾസോ സോ ദർ ആർ 2 types of discourse markers, that is formal and informal, and we saw examples for those also. And some more roles as such are given here of a discourse marker. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സീക്വൻസിങ് ഐഡിയാസ്, വെറുതെ വായിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ ആവശ്യമുള്ളത്. സീക്വൻസിങ് ഐഡിയാസ്, ബാലൻസിങ് കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ്, ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഐഡിയ, ഗിവിങ് കൺസെഷൻസ് ആൻഡ് സിമിലർ ഐഡിയാസ്, emphasizing, clarifying, softening, presenting a counter argument, changing of subject, dismissing a previous argument, adding, persuading, structuring, generalizing, giving example, clarifying points, summing up, അല്ലെങ്കിൽ drawing a conclusion. അണ്ടർസ്റ്റാൻഡ്? സോ ദർ ഇസ് നോട്ട് മച്ച് ടു എക്സ്പ്ലെയിൻ ഇൻ ദിസ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതിൻ്റെ കുറച്ചും കൂടി ഡെപ്തിൽ പറഞ്ഞതേ ഉള്ളൂ, കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഐഡിയാസ് തമ്മിൽ ഒരു സീക്വൻസ് വരുത്തുക. ഈ സീക്വൻസിങ് നമ്മൾ നരേഷനിൽ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഒരു ഓർഡർ വരുത്തുക, അതിനാണ് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ് തമ്മിൽ ബാലൻസ് ചെയ്യുക, ഒരു പുതിയ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഗിവിങ് കൺസെഷൻസ് ആൻഡ് സിമിലർ ഐഡിയാസ്. ഒരു കാര്യം ചെയ്യുക, ആ ഒരു പോയിന്റ് സ്കിപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഐ ഫീൽ ഇറ്റ് ആസ് എ റിപ്പിറ്റേഷൻ. എംഫസൈസിങ് ആൻഡ് ക്ലാരിഫയിങ്, അതുപോലെ തന്നെ പ്രസൻറ്റിങ് എ കൗണ്ടർ ആർഗ്യുമെൻറ്റേഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. എവറിതിങ് ഈസ് കണക്റ്റഡ് കേട്ടോ. എല്ലാ യൂണിറ്റ്സും ഇതിൽ കണക്റ്റഡ് ആണ്. ഒരു പോയിന്റ് അല്ലെങ്കിൽ മറ്റൊരു പോയിന്റ് വേറൊരു യൂണിറ്റിൽ നിന്നും ഇവിടെ കാണാം നമുക്ക്. ചേഞ്ചിങ് ഓഫ് സബ്ജക്റ്റ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് മാറ്റുക. ഡിസ്മിസ്സിങ് എ പ്രീവിയസ് ആർഗ്യുമെൻറ്റ്, ഓക്കെ, അത് തെറ്റായിരുന്നു, ഇനി പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് നമുക്ക് വാദിക്കാം. ആഡിങ്, ഇത് ആഡ് ഓൺ ഇൻഫർമേഷൻ കൊടുക്കുക. പെർസുവേഡിങ്, വി ഓൾ കുറേ ആയി നമ്മൾ ആ വേർഡ് കേൾക്കുന്നു അല്ലേ. വി ഹാവ് ഹേർഡ് ദിസ് വേർഡ് സോ മെനി ടൈംസ്. പെർസുവേഡിങ്, പ്രേരിപ്പിക്കുക. സ്ട്രക്ചറിങ്, ജനറലൈസിങ്, ഗിവിങ് എക്സാമ്പിൾ, ക്ലാരിഫയിങ് പോയിന്റ്സ് ആൻഡ് സമ്മിങ് അപ്പ്. ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ആസ് റോൾസ് ഓഫ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. യെസ്, പേജ് നമ്പർ 130 ഇതുള്ളത്. ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ആസ് എൻ എക്സാമ്പിൾ ഫോർ ഡിസ്കോഴ്സ് മാർക്കർ. Louis rushed and got ready for work, but when he went out the door, he saw the snowstorm was very heavy. Therefore, he decided not to go to work. Then he sat down to enjoy his newspaper. However, he realized his boss might get angry because he did not go to the office. Finally, he made another decision that he must go to work. So he went out the door and walked to the bus stop. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഡിസ്കോഴ്സ് ആയിട്ട് നമുക്ക് കാണാം. ദിസ് ഈസ് കോൾഡ് എ ഡിസ്കോഴ്സ്. കാരണം ഇത് മോർ ദാൻ എ സെൻറ്റൻസ് ആണ്. കൂടാതെ ഇത് ഒരു എന്താ പറയുക, ഒരു ഇൻസിഡൻറ്റ് നമ്മൾ വിവരിക്കുകയാണ് അല്ലേ. ലൂയിഡ് എന്ന് പറയുന്ന ആളുടെ രാവിലത്തെ ഒരു കാര്യം പറയണം നമ്മൾ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഡിസ്കോഴ്സ് മാർക്കറായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്ന വേർഡ്സ് കണ്ടോ ഇവിടെ. ബട്ട്, ദെൻ, therefore, however, finally, so. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. എനിക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ? ഇപ്പോൾ നമുക്ക് ലൂയി റഷ്ഡ് ആൻഡ് ഗോട്ട് റെഡി ഫോർ വർക്ക്, ബട്ട് വെൻ ഹി വെൻറ്റ് ഔട്ട് ദ ഡോർ ഹി സോ ദ സ്നോ സ്റ്റോം വാസ് വെരി ഹെവി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ ഒരു ചേഞ്ച് ഓഫ് സിറ്റുവേഷനാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. ആ ബട്ട് വന്നപ്പോൾ എന്തായി, ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ ആൾ പുറത്തിറങ്ങിയപ്പോൾ എന്താ ഭയങ്കര സ്നോ സ്റ്റോം. ആ ബട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായി, ചേഞ്ച് ഇൻ സിറ്റുവേഷനാണ്. Therefore, he decided not to go to work. അവിടെ എന്താ ഒരു ഡിസിഷൻ വന്നു അല്ലേ. ഒരു എന്താ പറയുക, മനസ്സിൽ പ്രേരണ വന്നു, പോണ്ട, ഭയങ്കര സ്നോമാണ്, അതുകൊണ്ട് വർക്കിന് പോണ്ട. അപ്പോൾ അവിടെ എന്ത് പോയിൻ്റാണ് വന്നിട്ടുണ്ടാവുക? പെർസുവേഷൻ വരാം. അതുപോലെ തന്നെ യെസ്, ഒരു പുതിയ ഐഡിയ ആണ് അവിടെ വന്നത്. അതായത് ജോലിക്ക് പോണ്ട എന്നുള്ള
പുതിയൊരു ഐഡിയ ആണ് വന്നത്. ആൻഡ് അടുത്ത് നോക്കിയേ, ദെൻ ഹി സാറ്റ് ഡൗൺ ടു എൻജോയ് ഹിസ് ന്യൂസ് പേപ്പർ. അപ്പോൾ ഒരു ഐഡിയ വന്നു, പുതിയൊരു ഐഡിയ വീണ്ടും വന്നു, ഒരു ന്യൂസ് പേപ്പർ വായിച്ചിരിക്കാം. However, he realized his boss might get angry because he did not go to the office. പെട്ടെന്നാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താണത്? ബോസിന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ഡിസ്മിസ്സിങ് എ പ്രീവിയസ് ആർഗ്യുമെൻറ്റ് നമുക്ക് നോക്കാം. ജോലിക്ക് പോവാതെ ന്യൂസ് പേപ്പർ വായിച്ചിരിക്കാം എന്നുള്ള ഒരു ചിന്ത മാറി അതിൽ നിന്നും ട്രാൻസ്ഫോം ആയിട്ട് പുതിയൊരു ഐഡിയ വന്നിരിക്കുകയാണ് അല്ലേ. പ്രീവിയസ് ആർഗ്യുമെൻറ്റൊക്കെ ക്ലെയിമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകാൻ തീരുമാനിക്കത്തക്ക രീതിയിൽ ഒരു തീരുമാനത്തിലെത്തി. ബോസിന് ദേഷ്യം വരും ഞാൻ പോയില്ലെങ്കിൽ, അപ്പോൾ ഞാൻ പോയേ പറ്റൂ എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഹി മെയ്ഡ് അനദർ ഡിസിഷൻ ദാറ്റ് ഹി മസ്റ്റ് ഗോ ടു വർക്ക്. കണ്ടോ? സോ ഹി വെൻറ്റ് ഔട്ട് ദ ഡോർ ആൻഡ് വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ്. അതാണ് കൺക്ലൂഷൻ. സമ്മിങ് അപ്പ് ആണ് അവിടെ കണ്ടത് നമ്മൾ. ഇപ്പോൾ ലാസ്റ്റ് പോയിന്റ് കണ്ടില്ലേ ഇവിടെ സമ്മിങ് അപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ആ പോയിൻ്റാണ് ഇവിടെ വന്നത്. ലാസ്റ്റ് എന്താ കൺക്ലൂഷൻ? എന്താ? ഡോറ് തുറന്ന് എന്ത് സ്നോ സ്റ്റോം ആണെങ്കിലും ജോലിക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അതാണ് ലൂയിയുടെ അവിടെ അന്ന് സംഭവിച്ചത്. സോ ദാറ്റ് വാസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്കോഴ്സ് മാർക്കർ. അത് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്.